ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 27 മരണം, നിരവധി പേർക്ക് പരിക്ക്. ആക്രമണം പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ. ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർത്തു. അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല എന്ന പ്രധാനമന്ത്രി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് തിരിച്ചു. സെറ്റിലെ ലഹരി ഉപയോഗത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീതുമായി ഫെഫ്ക. ഇനി ആവർത്തിച്ചാൽ കർശന നടപടിയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. ലഹരി ഉപയോഗിച്ചുവെന്ന് ഷൈൻ സമ്മതിച്ചു. ആവർത്തിച്ചാൽ കർശന നടപടിയെന്ന് മുന്നറിയിപ്പ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കബറടക്കം ശനിയാഴ്ച. കബറടക്കം മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. ചടങ്ങുകൾ ഇന്ത്യൻ സമയം 1:30. പൊതുദർശനം നാളെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. ഇന്ത്യയിൽ 3 ദിവസത്തെ ദുഃഖാചരണം. സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 1ാം റാങ്ക് ഉത്തർപ്രദേശ് സ്വദേശി ശക്തി ദുബേക്ക്. 2ാം റാങ്ക് സ്വന്തമാക്കി ഹരിയാന സ്വദേശി ഹർഷിത ഗോയൽ. ആദ്യ 50 റാങ്കുകളിൽ ഇടം പിടിച്ച് 5 മലയാളികൾ. സുപ്രീം കോടതിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. പാർലമെന്റിന് മുകളിൽ അധികാര കേന്ദ്രങ്ങളില്ല. പരമോന്നത അധികാര കേന്ദ്രം പാർലമെന്റാണെന്നും ഉപരാഷ്ട്രപതി. കോട്ടയം തിരുവാതിക്കലിൽ ദമ്പതികൾ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ. വ്യവസായിയായ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് രക്തം വാർന്ന് വസ്ത്രങ്ങളില്ലാത്ത നിലയിൽ. മരണകാരണം തലക്കേറ്റ ക്ഷതമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിജയകുമാറിന്റെ നെഞ്ചിലും ക്ഷതമേറ്റതായും കണ്ടെത്തൽ. കൊലപാതകം വ്യക്തിപരമായ കാരണത്താലെന്ന് കോട്ടയം SP. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. മുൻ MLA PV അൻവറിനെ ഒപ്പം നിർത്താൻ നീക്കം. തൃണമൂലിനെ മുന്നണിയിലെടുക്കുന്നതിൽ UDFൽ എതിർപ്പ്. കോൺഗ്രസ് നേതാക്കൾ നാളെ അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അൻവറിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ്. ഇടതുപക്ഷ MLA ആയിരുന്ന അൻവർ പരാജയമായിരുന്നുവെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ബില്ലുകളിൽ സമയപരിധി നിശ്ചയിച്ച വിധി കേരളത്തിന് ബാധകമാണോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും. വിധി ബാധകമാക്കണമെന്ന് കേരളം. കേരളത്തിന്റെ ഹർജി തമിഴ്നാടിന്റേതിൽ നിന്ന് വ്യത്യസ്തമെന്ന് കേന്ദ്രം. കേസ് മെയ് 6 വീണ്ടും പരിഗണിക്കും. റെക്കോർഡ് കുതിപ്പ് തുടർന്ന് സ്വർണ്ണവില. പവന് 2200 രൂപ വർദ്ധിച്ച് ആദ്യമായി 74,000 കടന്നു. ഗ്രാമിന് 275 രൂപ കൂടി 9,290 രൂപയിലെത്തി. ടോപ്പ് ഹെഡ്ലൈൻസിൽ നമ്മൾ അവസാനം നൽകിയത് സ്വർണ്ണ വിലയെക്കുറിച്ചുള്ള വിശദമായൊരു ഹെഡ്ലൈൻസ് ആയിരുന്നു. അതിന്റെ